നമ്മുടെ ഒരു പൊതുരീതി കാര്യങ്ങൾ വേഗം മറന്നു പോകാറുണ്ട് എന്നുള്ളതാണ്. ഒരു തരത്തിൽ അത് നൽകുകയാണ്. പക്ഷേ 2021 സാഹചര്യം എത്ര മോശമായതായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. ഉറപ്പിക്കുകയായിരുന്നു. കാരണം കേരളത്തില് വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ LDF വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരാണ്. അതിന് കാരണം ഇടതുപക്ഷ വിരുദ്ധമാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇടതുപക്ഷ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ അവർ തന്നെ അത്തരം പ്രചരണങ്ങൾ വലിയ തോതിൽ ഏറ്റെടുക്കുകയും ഏത് വൃത്തികെട്ട കാര്യവും ഒരു തരത്തിലുള്ള മനോവിഷമവുമില്ലാതെ കെട്ടിച്ചമച്ച് ജനങ്ങളുടെ മുന്നിൽ സത്യമാണെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി ഏറ്റവും അധികം അപകീർത്തിപ്പെടാൻ കേരളത്തിലെ LDF ഭരണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുടെ നേരെയാണ് ഈ ആക്ഷേപങ്ങളെല്ലാം തിരിച്ചുവിട്ടത്. അപ്പോൾ വലിയ വലിയ ആക്ഷേപങ്ങൾ ആര് കേട്ടാലും പെട്ടെന്ന് വല്ലാത്ത വികാരമുയരത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ അതെല്ലാം വന്നപ്പോൾ കണക്കാക്കി തീർന്നു. ഇനി ഏതായാലും LDF ജയിച്ചു വരാനാവില്ല. ജയിക്കുന്നത് UDF ആണ്. UDF വേണ്ട തരത്തിലുള്ള സഹായങ്ങൾ ഒത്താശകൾ കേന്ദ്ര ഭരണകക്ഷിയിൽ നിന്നുണ്ടായി. ആ കാര്യത്തിൽ ഇവിടെ കോൺഗ്രസും BJPയും ഒരേ മനസ്സോടെ കാര്യങ്ങൾ നീക്കുന്ന അവസ്ഥ വന്നു. അതിൻ്റെ തുടർച്ചയായി കേന്ദ്ര ഏജൻസികൾ പറന്നിങ്ങോട്ടിറങ്ങി. പിന്നെ അവരെ വകയായി കാര്യങ്ങൾ. അപ്പോൾ എല്ലാം കൂടി വന്നപ്പോൾ നല്ല ആത്മവിശ്വാസത്തിലേക്ക് UDF എത്തുകയാണ്. അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവര് വരാൻ പോകുന്ന മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണം എന്ന് തീരുമാനിച്ചു. ഭരണം വന്നാൽ ഉദ്യോഗസ്ഥന്മാര് ഏതൊക്കെ സ്ഥാനങ്ങളിൽ ഇരിക്കണം എന്ന കാര്യവും തീരുമാനിച്ചു. അത്ര ഉറപ്പായ അന്തരീക്ഷം. പക്ഷേ വിധികർത്താക്കൾ ജനങ്ങളാണല്ലോ. ഞങ്ങളെപ്പോഴും നാടിന് മുന്നിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഞങ്ങൾ LDF ജനങ്ങളോടൊപ്പം നിൽക്കുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജനങ്ങളെ അറിയാം, ജനങ്ങൾക്ക് ഞങ്ങളെയും അറിയാം. ജനങ്ങളുടെ വിധി അത് വരട്ടെ എന്ന നിലപാടായിരുന്നു ഞങ്ങൾ സ്വീകരിച്ചത്. എന്താ സംഭവിച്ചത്? 2021 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ ആകെ തള്ളിക്കളഞ്ഞു. വലിയ തോതിൽ കൊട്ടിഘോഷിച്ച് പ്രചരിപ്പിച്ച കാര്യങ്ങൾ ജനങ്ങൾ ഏശിയില്ല. മാത്രമല്ല, നേരത്തെ ഉള്ളതിൽ നിന്ന് വർദ്ധിത സീറ്റ് 99 സീറ്റിലേക്ക് LDFന്റെ സീറ്റ് വർദ്ധിച്ചു. അപ്പോൾ 99 സീറ്റോടുകൂടി LDFനെ അധികാരത്തിലേറ്റി. ഈയൊരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം ഇപ്പോ അതിൻ്റെ ഒരു ആവർത്തനം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 5 വർഷമെടുത്താൽ 2021 ശേഷമുള്ള 5 വർഷമെടുത്താൽ 2016-21 എങ്ങനെയാണോ പോയത്
പറയുന്നത്. അതേ രീതിയിൽ തന്നെ തുടർ ഭരണം നല്ല നിലക്ക് മുന്നോട്ട് പോയി എന്നതാണ് നാടിന്റെ അനുഭവം. ഒരു കാര്യം മാത്രം എടുത്താൽ മതി. നമ്മുടെ നാട് അതിദാരിദ്ര്യമുക്തമായി. അതിദാരിദ്ര്യമുക്തമാവുക എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല.